ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. കഴിഞ്ഞ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിന്റെ സെമി ഫൈനൽ പോരാട്ടത്തിൽ PSG വലിയ ഒരു തോൽവി ഏറ്റുവാങ്ങിയതിന് പിന്നാലെയാണ് റയലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങൾ പുറത്തേക്ക് വന്നത്. സ്പാനിഷ് മാധ്യമങ്ങൾ എല്ലാവരും അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് വിനീഷ്യസും എംബപ്പയും തമ്മിലൊരു ഈഗോ അവിടെ നിലനിൽക്കുന്നുണ്ട്. രണ്ടുപേരും ടീമിനോട് വേണ്ടത്ര ആത്മാർത്ഥത കാണിക്കുന്നില്ല, രണ്ടുപേരും അലസത കാണിക്കുന്നു എന്നൊക്കെയാണ് റയലിൻ്റെ പ്രധാന പ്രശ്നങ്ങളായിക്കൊണ്ട് പല സ്പാനിഷ് മാധ്യമങ്ങളും കണ്ടെത്തിയിട്ടുള്ളത്. അത് പരിഹരിക്കാൻ സാബിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം ഇപ്പോൾ റയൽ മാഡ്രിഡ് അനുവദിച്ചു നൽകി എന്നൊക്കെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഏതായാലും കിലിയൻ എംബപ്പയെ സൈൻ ചെയ്ത അന്ന് FC ബാഴ്സലോണയുടെ പ്രസിഡന്റായ ജോയൻ ലാപ്പോർട്ട ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിരുന്നു. അതായത് റയലിനകത്ത് ഇത് പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നുള്ളത് ലാപ്പോർട്ട പറഞ്ഞിരുന്നു. അന്ന് അദ്ദേഹം മുണ്ടോ ഡിപ്പോർട്ടിവോയോട് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: എംബപ്പയെ റയൽ മാഡ്രിഡ് കൊണ്ടുവന്നതിൽ എനിക്ക് അസൂയ ഒന്നുമില്ല, പക്ഷെ അത് അവരുടെ ഡ്രസ്സിംഗ് റൂമിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, അത് എനിക്ക് ഉറപ്പാണ്. ഒരു താരത്തെ അവർക്ക് വിൽക്കേണ്ടി വരും, കാരണം രണ്ടു പേർക്കും ഒരേ പൊസിഷനിൽ കളിക്കാൻ കഴിയില്ലല്ലോ. ഇതാണ് കഴിഞ്ഞ വർഷം ഇപ്പോൾ ലാപ്പോർട്ട പറഞ്ഞിട്ടുള്ളത്. അത് ശരിയായി എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം റയൽ മാഡ്രിഡിന്റെ പ്രകടനം മോശമാവുകയാണ് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ സീസണിൽ ഒരുപാട് കിരീടങ്ങളൊക്കെ സ്വന്തമാക്കാൻ റയലിന് സാധിച്ചിരുന്നു. പക്ഷേ ഇത്തവണ അവർ മോശമാവുകയാണ് ചെയ്തിട്ടുള്ളത്. എംബപ്പെ വന്നതുകൊണ്ട് തന്നെ ടീമിന്റെ ശക്തി വർദ്ധിക്കുകയാണ് ചെയ്യേണ്ടത്. പക്ഷേ ടീം മോശമാകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഡ്രസ്സിംഗ് റൂമിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ളത് ലാപ്പോർട്ട പറഞ്ഞിരുന്നു. അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അതേസമയം ബാഴ്സയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ബാഴ്സ കൂടുതൽ മെച്ചപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ സീസണിൽ മികച്ച പ്രകടനമാണ് ബാഴ്സ നടത്തിയിട്ടുള്ളത്. ഇനിയും ടീമിനെ ശക്തിപ്പെടുത്തുന്ന തിരക്കിലാണ് ഇപ്പോൾ FC ബാഴ്സലോണയുള്ളത്. അതേസമയം സാബി അലോൺസോ ടീമിനകത്തെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ട് ടീമിനെ നല്ല രീതിയിലേക്ക് മാറ്റിയെടുക്കും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തിലാണ് റയലിന്റെ ആരാധകരുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കൊണ്ടും കാണാം.